ഹലോ ഗൈസ്, ബ്ലോക്ക് മെഷീനിൽ എങ്ങനെയാണ് നമ്മൾ KYC ചെയ്യാനുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ബ്ലോക്ക് മെഷീൻ ചെയ്യണവർക്ക് അതിൽ KYC മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം എനി വൺ ഓഫ് ദം ഈസ് നീഡഡ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ബൈനാൻസിൽ ചെയ്യാം, അല്ലെങ്കിൽ ബൈബിറ്റിൽ ചെയ്യാം, OKXൽ ചെയ്യാം, കോയിൻബെയറിൽ. അപ്പോൾ നമ്മൾ ഏതിലാണ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വിസിറ്റ് ഇൻട്രാക്ട് പേഴ്സൺ എന്ന് അമർത്താം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. വെബ്സൈറ്റ് എന്ന് വെച്ചാൽ അവരുടെ പ്രൊഫൈലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി മിൻറ്റ് ചെയ്യാൻ പറ്റും. അത് മിൻറ്റ് ചെയ്യണമെന്ന് അവർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് മിക്കവാറും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഞാനിതിലിപ്പോൾ എൻ്റെ മെറ്റമാസ്ക് വാളറ്റ് വെച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇൻട്രാക്റ്റിൽ. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് മെഷീനിൽ കണക്ട് ചെയ്തിട്ടുള്ളത് സോളാന വാളറ്റ് വെച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ആഡ് ചിഹ്നം അമർത്തിയിട്ട് നമ്മുടെ സോളാന വാളറ്റ് വന്നിട്ട് നമ്മൾ ബ്ലോക്ക് മെഷീനിൽ കണക്ട് ചെയ്ത സെയിം വാളറ്റ് വന്നിട്ട് ഇതിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഇതെല്ലാവരും കണക്ട് ചെയ്യുക. അതിൽ കാണാം കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് 1 KYC, അല്ലെങ്കിൽ ജസ്റ്റ് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാം ടാസ്കുകൾ. അതായത് ഏതെങ്കിലും KYC ചെയ്യാനുള്ള 4 എക്സ്ചേഞ്ചസ് കാണാം. ഞാൻ ജസ്റ്റ് OKX അമർത്താൻ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ZK Pass എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷൻ. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് വെക്കണം. അത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. ആ വെബ്സൈറ്റിൽ ഞാൻ എൻ്റെ EVM വാളറ്റ്, അതായത് നമ്മൾ ഇൻട്രാക്റ്റിൽ ലോഗിൻ ചെയ്തിട്ടുള്ള സെയിം EVM വാളറ്റ്, EVM എന്ന് വെച്ചാൽ മെറ്റാമാസ്ക് വാളറ്റിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ജസ്റ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ മുൻപ് ഓപ്പൺ ചെയ്ത ഇതിലേക്ക് പോകുമ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട ഈ ZK Pass-ൻ്റെ ആ ഒരു വെരിഫിക്കേഷൻ്റെ സാധനം ഓട്ടോമാറ്റിക്കായി ഓണായി വരും. അല്ലെങ്കിൽ ഓണായി വന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ OKX ആണെങ്കിൽ OKX, ബൈനാൻസ് ആണെങ്കിൽ ബൈനാൻസ്, അല്ലെങ്കിൽ ബൈബിറ്റ് ആണെങ്കിൽ ബൈബിറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിൽ ലോഗിൻ ചെയ്തു. എന്നിട്ട് ഇതിൽ സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ വെരിഫിക്കേഷൻ ഓക്കെ എന്ന് പറയും. എനിക്കിപ്പോൾ ഒരു 30-40 സെക്കൻഡ് പിടിച്ചു. വെരിഫിക്കേഷൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോയി. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വെരിഫൈ അമർത്തി നോക്കാം. വെരിഫൈഡ് ആയി. അപ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ്. ഇതിലിപ്പോൾ നമ്മൾ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കംപ്ലീറ്റഡ് ആയി എന്നുള്ളത്. റിഫ്രഷ് ചെയ്യാം. ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാം OKX KYC ZK Pass ക്ലെയിംഡ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.